പോക്ക് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൻഹന്റെ വീട്ടിലെ നോമ്പർപ്പിക്കൽ കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളെല്ലാവരും സെറ്റ് അടക്കി പോകുന്നത്. സംഭവം 5 മണിക്കാണ് ഓഫീസ് കഴിയുന്നെങ്കിൽ നമ്മളൊരു 4:45 4 മണിയായിട്ട് അത്ര ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ തൻഹ ഇതിനേക്കാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കൂടെ എത്തിയത് അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിന് വന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഓടി കയറാൻ നോക്കിയുള്ള പ്ലാനിലാണ്. ഏറ്റവും ഫസ്റ്റ് എത്തിയത് അർച്ചന കേട്ടോ. അർച്ചന ഓടിയിട്ടും നടന്നിട്ടൊന്നും എത്തുന്നില്ല എന്ന് പറയുമല്ലോ. അങ്ങനെ കഴിച്ച് നമ്മൾ ട്രെയിനിൽ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലേക്ക് കയറി. ലാസ്റ്റ് ലേഡീസ് തന്നെ ആയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി. നമ്മൾ എത്തി ഒരു 10 മിനിറ്റ് തന്നെയില്ല അപ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ടോ. ആടത്തിപ്പോൾ ഭയങ്കര ചൂട് തന്നെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഓടി ചാടിയത്തില്ലേ, സീറ്റൊന്നും കിട്ടില്ല. പക്ഷെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരു 4 സ്റ്റോപ്പുള്ളൂ. പക്ഷെ അത് നിർത്താത്ത സ്റ്റോപ്പാണ് അത്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോട് നിർത്താൻ കൊയിലാണ്ടി അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ വേഗം കൊയിലാണ്ടിയിലെത്തി. അപ്പോഴാണ് തൻഹ വിളിക്കുന്ന ഗൈസ് ടിസ്റ്റുമായിട്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളൂ. ആക്ച്വലി ഇവിടെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോഷ വിളിച്ച് വരുന്നുണ്ടെങ്കിൽ കയറിക്കാണ്. അപ്പോൾ കൂക്കിടുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. തന്നെ നേരെ കയറ്റി എന്നല്ലാണ്ട് വേറെ എന്ത് പറയാനാ. സംഭവം കൊയിലാണ്ടിന്ന് തന്നെ കയറിയെങ്കിലും വീട്ടിലെത്തണ വരെ തന്നെ എയറിൽ ചെയ്യുന്നു കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഓളെ വീട്ടിലേക്ക് പോകുന്ന വഴി. നമുക്ക് ഫസ്റ്റ് കയറുന്നോണ്ടല്ലേ കുറച്ച് ദൂരം തോന്നി, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ ഓളമ്മ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങാണ്ടിരുന്ന്. സാധനം വാങ്ങാൻ കയറിയപ്പോഴാണ് ബ്രഷ് എടുക്കാൻ മറന്നുള്ളത്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, ബ്രഷ് അങ്ങ് വാങ്ങി. അങ്ങനെ നോമ്പ് എടുക്കാൻ സമയം കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർച്ചനൊക്കെ വെയിറ്റ് ചെയ്യാണ്. സംഭവം അർച്ചന കണ്ടിരിക്കും നിങ്ങൾ നോമ്പ് അടിച്ച് ആകെ ക്ഷീണത്തിലാണ്. പക്ഷെ തട്ടാനുള്ള ഫുൾ പ്ലാനുമായിട്ടാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ എന്താല്ലേ നമ്മൾ ഫുഡൊന്നും കഴിക്കാത്ത പോലെ. ഷിഫാന ക്യാമറക്ക് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് എത്തുന്നില്ല കേട്ടോ. ആ വേറെ കാര്യം. അങ്ങനെ അത് അടി കഴിഞ്ഞു, അവിടെ ഇരുന്ന് അടി കഴിഞ്ഞു. കൂടാണ്ട് തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അർച്ചനക്ക് തികയുന്നില്ല. അപ്പോൾ വീണ്ടും അടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെയിറ്റ് നോക്കുന്ന പരിപാടി കഴിച്ചു. എനിക്ക് 47. ഞാൻ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം 40 49 ഞാൻ കുറയാ ചെയ്ത്. അപ്പോൾ നോമ്പോണ്ടൊരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് അപ്പം മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മളെ മെയിൻ സാധനം മന്തി എത്തിട്ടോ. മന്തി അടി ചെയ്യുന്ന പറയാമല്ലോ. കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ നോമ്പ് തുറക്കുമ്പോൾ അതിൽ പ്രത്യേകത ഒന്നും കഴിക്കാൻ പറ്റുന്നല്ലോ. അങ്ങനെ നമ്മൾ രാത്രി 12:30 ഒരു സമയമായപ്പോൾ നമ്മൾ ഒന്ന് പുറത്തു പോകാന്ന്. അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി നമ്മൾ പുറത്തുള്ള പ്ലാനിലാണ്. ആക്ച്വലി നമ്മൾ സൈലമൺ കഴിക്കുക ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. പിന്നെ ഒന്ന് വൈബടിച്ച് വരാം. അപ്പോൾ അർച്ചനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അർച്ചന ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് സ്റ്റൈലാക്കാണ്. അങ്ങനെ വണ്ടിയൊക്കെ സെറ്റായി. പിന്നെ അടുത്ത വെച്ചെങ്കിൽ 3 ആള് 2 ആളാണ് കേട്ടോ. അപ്പോൾ 3 ആൾ ഏത് വണ്ടിയിലാണ് കൊള്ളാന്നുള്ള അത്യാവശ്യം വീതി വലുപ്പമുള്ള വണ്ടി. അപ്പോൾ ഇത് എടുക്കാറ്. അപ്പോൾ ഞാനും അർച്ചനയും പ്രഭീതയും ഒരു വണ്ടിയിൽ കയറി. പിന്നെ ഷിഫാനെ തന്നെ അപ്പുറത്തെ വണ്ടിയിൽ കയറി. സംഭവം വെച്ചാൽ ആകെ ഒരു ഹെൽമെറ്റ് ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി തന്നെ. അങ്ങനെ റീലിൻ്റെ ഒരു ചെറിയ ഷോട്ട് എടുക്കാണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കൈമുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലുണ്ട് കൈസ്. അത് കൈമുട്ടി കയ്യണ്ടേ. അങ്ങനെ നമ്മൾ ഈവനിങ് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. 2 സൈഡ് വല്ല. പക്ഷെ നൈറ്റ് പോകുമ്പോൾ ഭയങ്കര ഒരു പേടി, ഒരു ഭീകരമായ ഒരു പ്രദേശം കൂടെയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വൈബ് അടിച്ച് കഥയും പറഞ്ഞ് അങ്ങനെ പോയി. സൈലബിലെത്തിയതിന് ശേഷം ഷിഫാന എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് പോലെ ഐറ്റം. സംഭവം എനിക്ക് പേരറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ കട എടുക്കാനായി. നമ്മളെത്തിയ ഭാഗ്യത്തിന് അവിടെ സീറ്റ് കിട്ടി. പിന്നെ കുറേ ടീം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ലേറ്റ് ആയിട്ടോ കട അടച്ചിരുന്നത്. ഇതാണ് സാധനം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ. കഴിഞ്ഞാലും ഗൈസ് ബാക്കി ഉണ്ടായിരുന്നു സാധനം. അപ്പോൾ എന്തോ അവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോരാൻ തോന്നില്ല. കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട്. അത് മാത്രമല്ല നോമ്പ് തുറന്നിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് തന്നെ വയറിലുണ്ടായിരുന്നു. ഇതും കൂടി ഇതായതുകൊണ്ട് അങ്ങനെ ഫുള്ള് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വീട്ടിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറി. പെട്രോൾ അടിക്കണം. 2 വണ്ടിയിലും പെട്രോൾ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനം വന്നിരുന്നു. പോലീസ് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട്. പക്ഷേ കഴിച്ച് നമ്മളിങ്ങനെ തലവെടുക്കാണ്ടെന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം 2:30 2:45 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നത്. കാരണം നൈറ്റ് നമ്മൾ ഗേൾസ് അധികവും എനക്ക് കിട്ടാറില്ല, പകലായിരിക്കും. അപ്പോൾ നല്ല എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി.